വാടക ഗർഭപാത്രം റെഡി 6 ലക്ഷം രൂപയാണ് ചാർജ്. കേരളത്തിൽ സറോഗസി റെഗുലേഷൻ ആക്ട് 2020 മറവിൽ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിനെതിരായിട്ടാണ് ഈ നിയമം വന്നത്. ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് അവരുടെ കുട്ടിയെ ലഭിക്കണമെങ്കിൽ വാടകയ്ക്ക് ഗർഭപാത്രം ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമാണ്. അതൊരു കൊമേഴ്ഷ്യലായിട്ടാണ് എറണാകുളത്ത് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ് വാർത്ത വരുന്നത്. എറണാകുളത്ത് ഈ രീതിയിൽ അൺഒഫീഷ്യലായി പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെയുണ്ട്. സ്ത്രീകളും അവരുടെ കൈവശമുണ്ട്. സ്ത്രീകൾക്കൊരു കുട്ടിയുടെ അല്ലെങ്കിൽ വാടകയ്ക്ക് അവരുടെ ഗർഭപാത്രം അവൈലബിൾ ആണ്. ആ വാടക ഗർഭപാത്രത്തിൽ ഏതെങ്കിലും ഒരു ബീജം നിക്ഷേപിച്ച് അത് ഗർഭം ധരിച്ച് അവർ പ്രസവിച്ച് ആ കുട്ടിയെ കൈമാറ്റം ചെയ്യും. അതിന് സ്ത്രീകൾ പലരും തയ്യാറായിട്ടുണ്ട്. അതിന് 6 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും. 6 ലക്ഷം രൂപ കൊടുത്താൽ ആ കുട്ടിയെ ചിലപ്പം ഭാര്യയ്ക്ക് ഗർഭം ധരിക്കാൻ മനസ്സുണ്ടാവില്ല, ഭർത്താവിന് കുട്ടി വേണം. അപ്പോഴാണ് വാടക ഗർഭം ധരിപ്പിക്കാനുള്ള സംവിധാനത്തിനെപ്പറ്റി ചിന്തിക്കാൻ കാരണം. വാടകയ്ക്ക് ഗർഭപാത്രം ലഭിക്കണം. ഇപ്പോൾ 6 ലക്ഷം രൂപ കൊടുത്താൽ ലഭിക്കുന്ന സ്ത്രീകളെ എറണാകുളത്ത് ലഭ്യമാണ്. അതിന് ഏജൻറ്റുമാരുണ്ട്. അങ്ങനെ വാടകയ്ക്ക് വന്ന സ്ത്രീകൾ 6 പേര് ഇപ്പം ഗർഭം ധരിച്ച് അവിടെ ഒരു ഹോസ്റ്റലിലുണ്ടെന്നാണ് പറയുന്നത്. ആ 10 മാസക്കാലം അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും. ഹോസ്റ്റലിൽ ആരും അറിയില്ല, രഹസ്യമായിട്ട്. ആ ഹോസ്റ്റലിനകത്തുള്ളവരെല്ലാവരും മിക്കവാറും ഗർഭം ധരിച്ച സ്ത്രീകളായിരിക്കാം. കാരണം അങ്ങനെയുള്ളവർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ അതിൻ്റെ ഉടമസ്ഥർക്ക് കൊടുക്കണം. അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. അത് ആരുടെ കുട്ടിയാണെന്ന് അറിയില്ല. അവർക്ക് 6 ലക്ഷം രൂപ വാടക ഗർഭധാരണത്തിന് 6 ലക്ഷം രൂപ ലഭിക്കും. ഇതാണ് കണ്ടീഷൻ. ഈ രീതിയിലുള്ള പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനത്ത് ഇത് നടക്കുന്നുണ്ടെന്നാണ് വരുന്നത്. കേരളത്തിലെ ഇപ്പം 6 പേര് ഇതുപോലെ ഗർഭം ധരിച്ച് എറണാകുളത്ത് ഒരു ഹോസ്റ്റലിലുണ്ടെന്നാണ് വാർത്ത വരുന്നത്. സറോഗസി ആക്ട് 2021 ഇന്ത്യയിൽ അത് നടപ്പാക്കാനുള്ള കാരണം ഇതുപോലെയുള്ള തട്ടിപ്പുകൾ, തട്ടിപ്പുകൾ ധാരാളം, എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ ഇതൊരു ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കും. പൈസ അടിക്കാനായിട്ട് പലരും ബിസിനസ് 6 ലക്ഷം രൂപ ഗർഭം ധരിക്കാൻ കൊടുക്കുന്നെങ്കിലും 10-15 ലക്ഷം രൂപ അവർ വാങ്ങിച്ചെടുക്കും കക്ഷികളുടെ നിന്ന്. അങ്ങനെ രഹസ്യമായി ഗർഭപാത്രം അവൈലബിളാണ് കേരളത്തിൽ നിന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഇത് ലോകം മുഴുവനും ഇത് നടപ്പാക്കുന്ന ചില കാര്യങ്ങൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർക്കും മറ്റും, നിരന്തരം അവർ ജോലി തിരക്കിലാണ്. അവർക്ക് ഗർഭം ധരിക്കാനായിട്ട് കഴിയില്ല, മടിയാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. അപകടമുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിച്ചാലും പലർക്കും കുട്ടികൾ വേണ്ട, അവർ ഗർഭം ധരിക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഭർത്താവിൻ്റെ ബീജം വാടകയ്ക്കുള്ള ഏതെങ്കിലും ഒരു സ്ത്രീകൾ ലഭ്യമായി അവരെ നിക്ഷേപിച്ച് ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും കുട്ടിയെ എടുത്ത് വളർത്താം. അങ്ങനെ ഒരു സംവിധാനമാണ് ഇതിന്ന് ഇപ്പം പലരും ചിന്തിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. അതേസമയത്ത് 1-2 കുട്ടികളുള്ള ഭാര്യാഭർത്താക്കന്മാർക്ക് അതിൽ മൂന്നാമതൊരു കുട്ടി വേണമെന്ന് ഭർത്താവിന് തോന്നിയ ഭാര്യ അത് ചിലപ്പോൾ അംഗീകരിക്കത്തില്ല, അതിനി നടക്കില്ല. അങ്ങനെയുള്ള ചില ആൾക്കാർ ഇതുപോലെ വാടകയ്ക്ക് ഗർഭം ധരിക്കുന്നവരെ ആൾക്കാരെ കണ്ടെത്തി അവിടെ ഇവരുടെ ബീജം നിക്ഷേപിച്ച് അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും. അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ആൺകുട്ടി ഉണ്ടാകാൻ നേരത്തെ അവരുടെ കുട്ടികൾ 2 പെൺകുട്ടികളാണ്, എനിക്കൊരു ആൺകുട്ടികളെ വേണം എന്ന് ഭർത്താവ് നിശ്ചയിക്കും. ഭാര്യ അതിന് വഴങ്ങാതെ വരുമ്പോഴാണ് വാടക ഗർഭധാരണ നടത്തുന്ന സ്ത്രീകളുടെ പുറകെ ഭർത്താക്കന്മാർ പോയി. അങ്ങനെ ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അതുതന്നെയല്ല, 50 വയസ്സിനകം വേണം സ്ത്രീകൾ ഗർഭം ധരിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി നടക്കില്ല. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരെ കുട്ടികളില്ലാതെ വന്നു കഴിഞ്ഞാൽ 50 വയസ്സിനകം അവർക്ക് ഭർത്താവിൻ്റെ ബീജത്തിൽ കുട്ടി ഉണ്ടാകില്ല എന്ന് തോന്നിയാൽ ഭാര്യയ്ക്ക് വേറൊരാളുടെ, ആക്റ്റീവായ ഒരാളുടെ ബീജം അവരുടെ ഗർഭപാത്രം നിക്ഷേപിച്ച് കുട്ടിയെ
ഉണ്ടാക്കാം. അവർ കുട്ടി ഉണ്ടാകണം മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ ചിന്തയുള്ളൂ. ഭർത്താവിൻ്റെ ബീജത്തിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഗർഭധാരണവും ധാരാളം നടക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇതിന് വൈഡ് റേഞ്ചിലുള്ള ഒരു ഏരിയ, അതുപോലെ തട്ടിപ്പ് നടത്താനും കൊമേഴ്ഷ്യലായിട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇന്ത്യയിൽ പലരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത വെളിയിലേക്ക് വന്നത്. കേരളത്തിൽ തന്നെ 6 സ്ത്രീകൾ ഗർഭം ധരിച്ച്, വാടക ഗർഭം ധരിച്ച് 6 ലക്ഷം രൂപ വാങ്ങിച്ച് എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ കഴിയുന്നുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നത്. ഇതിനകത്ത് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ല. 60 വയസ്സാകുന്ന കഴിഞ്ഞ ഒരു പുരുഷൻ്റെ ചിലപ്പം ബീജം കൊടുത്താൽ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ചൈൽഡ് ഉണ്ടാകാം, കുട്ടികളുണ്ടാകാം, അംഗഭംഗം വന്ന കുട്ടി ഉണ്ടാകും. അതുകൊണ്ടൊക്കെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ നിയമം അനുസരിച്ച്. 50 വയസ്സിന് ശേഷം നടക്കില്ല. അപ്പോൾ അതിനു മുമ്പുള്ള ആഗ്രഹം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ പ്രായം കഴിഞ്ഞു പോയവരെ അതിൻ്റെ ഈ നിയമം അനുസരിച്ച് അവർക്ക് ഒരു കുട്ടിയെ വേണമെങ്കിൽ തന്നെയും നിയമം ഇന്ത്യയിൽ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ സർഗോഗസി റെഗുലേഷൻ ആക്ട് 2001 വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനം സാധാരണഗതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് വിദേശങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ നമുക്കറിയാം സൗന്ദര്യം പോകും എന്ന് കണക്കാക്കി വിവാഹം കഴിച്ച പല കുട്ടികളും ഇപ്പോഴത്തെ തലമുറയിലെ ജെൻസി ആയിട്ടുള്ള പലരും അവർ ഗർഭം ധരിക്കാൻ തയ്യാറല്ല. ചിലപ്പോൾ അത് അവർക്ക് ഭയം കൊണ്ടാകാം, അത് 10 മാസം അവരുടെ ജോലി നഷ്ടപ്പെടും. അത് തന്നെയല്ല, അവർക്ക് ഈ വയറ് കാണിച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല, എവിടെയെങ്കിലും ഒളിച്ചിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ഒരു അമ്മയുടെ വില എന്താണെന്ന് അറിയാൻ മേലാത്ത ധാരാളം പേരുണ്ട്. ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ സമൂഹത്തിൽ. പക്ഷേ കുട്ടികളില്ലാത്ത മാതാപിതാക്കളുടെ ദുഃഖം, പ്രയാസം അത് അവർക്ക് മാത്രം അറിയാം. അങ്ങനെ ഉള്ളവരാണ് കൂടുതലും ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അതിന് നിയമപരമായി ഇന്ത്യയിൽ തടസ്സങ്ങളൊന്നും ഇല്ലതാനും. എന്തായാലും ഇപ്പോഴത്തെ ഈ വാർത്ത കൊമേഴ്ഷ്യലായിട്ട് 6 ലക്ഷം രൂപ കൊടുത്താൽ ഗർഭം ധരിക്കും, അതിനുള്ള ഗർഭപാത്രം റെഡി. മറ്റൊരു കാര്യം, അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചികിത്സാ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും നോക്കില്ല. അത് അവരുടെ ആ സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. 6 ലക്ഷം രൂപ കൊടുക്കും. 10 മാസം ഗർഭം ധരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ട ചിലവുകൾ, താമസിക്കുന്ന സൗകര്യങ്ങൾ എല്ലാം കൊടുക്കും. ഹോസ്പിറ്റലിലെ ഡെലിവറി അവർ തന്നെ കൊണ്ടുപോകും. ഡെലിവറി കഴിയുമ്പോൾ അവരവിടുന്ന് പൊക്കോണം. കുട്ടിയെ ആരാണോ ഉദ്ദേശിച്ച് അവർ കൊണ്ടുപോവുകയും ചെയ്യും.